അതെ, ഞാൻ ഒന്നും കൂടി ഒന്ന് സ്റ്റഡി ചെയ്ത് പറയും. ഇപ്പോൾ നിയമസഭയിൽ നിന്നാണല്ലോ വരുന്നത്, അപ്പോൾ അതൊന്ന് നോക്കി കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് സംസാരിക്കാം. എന്തായാലും കേരളത്തിലെ ടൂറിസത്തിന് വേണ്ടി എന്തൊക്കെ സാധ്യതകൾ ഉണ്ടോ ആ സാധ്യതകളെയൊക്കെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ ഉള്ള എല്ലാ ശ്രമവും ഞങ്ങൾ നടത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എക്സാലോജിക് വിഷയം. അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ, നേരത്തെ പറഞ്ഞ വിഷയമാണല്ലോ. തിരുവനന്തപുരത്തെ റോഡിന്റെ പ്രവർത്തനം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇന്നിപ്പോൾ രാവിലെ റോഡ് തുറന്നല്ലോ, നിങ്ങൾ അതിൽ പോയിട്ടുണ്ടോ? ചിലപ്പോൾ പലരും അതിലെയാണ് യാത്ര ചെയ്തിട്ടുള്ളത്. അത് വിവിധ റോഡുകൾ മുറിച്ച് വിവിധ ടെൻഡറുകളാക്കി മാറ്റി കരാറുകാരനെ നേരത്തെ ടെർമിനേറ്റ് ചെയ്ത് ഇത്തരമൊരു നിലപാട് നിശ്ചയദാർഢ്യത്തോടുകൂടി സംസ്ഥാന സർക്കാരിന് സ്വീകരിക്കാൻ പറ്റിയതാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ തീയതികൾ നേരത്തെ നമ്മൾ വിശദീകരിച്ചാണല്ലോ, നമ്മൾ തന്നെ നേരിട്ട് റോഡ് പ്രവൃത്തിയുടെ സമയത്ത് വിശദീകരിച്ചാണ്. ആ നിലയിൽ റോഡിന്റെ പ്രവർത്തികൾ പൂർത്തീകരിക്കാനാവും. വളരെ ആശ്വാസകരമായ കാര്യമാണത്. അത് പൂർത്തീകരിക്കാനാകും. ഇതിൽ സമയബന്ധിതമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന്റെ KRFB ഏൽപ്പിച്ച റോഡുകളുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ച റോഡുണ്ട്. അത് തിരുവനന്തപുരം കോർപ്പറേഷൻ അത് പരിശോധിക്കുന്നുണ്ട്. KRFB ഏൽപ്പിച്ച റോഡുകൾ വളരെ സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള റിവ്യൂ യോഗങ്ങൾ എല്ലാ സമയത്തും ഇപ്പോൾ കുറേയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. നേരിട്ട് സൈറ്റിൽ പോയി കാര്യങ്ങൾ പരിശോധിക്കുന്നു. അങ്ങനെ നമുക്കത് നല്ല നിലയിൽ പൂർത്തീകരിക്കാനാകും. അതിൽ മറ്റു പ്രയാസങ്ങളൊന്നും വരുന്നില്ല. ശരി, മന്ത്രി PA മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു.